നമസ്കാരം. അരളിപ്പൂവ് കഴിച്ചാൽ മരിക്കുമോ? ഏതെങ്കിലും ചെടിയുടെ വിത്തോ കായോ പൂവോ ഇലയോ കഴിച്ചാൽ മരിക്കുമോ എന്നുള്ള ചില സംശയങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒതളങ്ങ പരിപ്പ് കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന ആളുകളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ സസ്യജാലങ്ങൾക്കിടയിൽ ഔഷധ ഗുണമുള്ള വസ്തുക്കളുമുണ്ട്, വിഷമയമായ വസ്തുക്കളുമുണ്ട്. അപ്പോൾ വിഷമയമായ വസ്തുവിൻ്റെ പട്ടികയിൽ അരളിപ്പൂവ് എന്ന പൂവ് പെടുത്തുമോ അല്ലെങ്കിൽ പെടുമോ? ഈ ചോദ്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ അടക്കം ചോദ്യങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അരളിപ്പൂവ് മരണകാരണമാകുമോ എന്നുള്ളതാണ്. ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് പോലും എടുക്കുന്ന പൂക്കളാണ് അരളിപ്പൂക്കൾ. അപ്പോൾ അരളിപ്പൂക്കൾ കഴിച്ചാൽ മരിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം തേടുകയാണ് മലയാളികൾ. UK ജോലിക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ മലയാളി നഴ്സ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവമാണ് കേരളത്തെ കഴിഞ്ഞ ദിവസം ഞെട്ടിച്ചത്. സമൂഹമാധ്യമങ്ങളടക്കം ഈ നഴ്സിൻ്റെ ഫോട്ടോ സഹിതം അരളിപ്പൂവ് കഴിച്ച് മരിച്ച സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകളും അതുപോലെയുള്ള സംഭവങ്ങളും ഒക്കെ തന്നെ പ്രചരിച്ചിരുന്നു. ഹരിപ്പാട് പള്ളിപ്പാട് നീണ്ടൂർ കോണ്ടൂരേത്ത് സുരേന്ദ്രൻ്റെ മകൾ സൂര്യ സുരേന്ദ്രൻ എന്ന 24-കാരിയാണ് മരിച്ചത്. കുഴഞ്ഞു വീണ് അവശനിലയിലായ കുട്ടിയെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം സംഭവിച്ചത്. സൂര്യയുടെ മരണത്തിന് പിന്നാലെയാണ് അരളിപ്പൂവിനെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹമാധ്യമങ്ങളിൽ അടക്കം നടക്കുന്നത്. നഴ്സ് കുഴഞ്ഞു വീണ് മരിച്ചത് അരളിച്ചെടിയിലെ വിഷാംശം കാരണമാണെന്നാണ് ചില നിഗമനങ്ങൾ പുറത്തുവരുന്നത്. അരളിയുടെ പൂവിലും ഇലയിലുമെല്ലാം വിഷാംശം ഉണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാഫലം വന്നാൽ മാത്രമേ അരളിയാണോ യഥാർത്ഥ മരണകാരണം എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ. മരണകാരണം ശാസ്ത്രീയമായി തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും സൂര്യയെ മരണത്തിലേക്ക് നയിച്ചത് അരളിച്ചെടിയുടെ വിഷാംശമാണോ എന്ന സംശയമാണ് ഉയരുന്നത്. ഏപ്രിൽ 28-ന് രാത്രി 8:30-ക്കുള്ള വിമാനത്തിലാണ് സൂര്യ UK പോകാനിരുന്നത്. ഇതിനായി രാവിലെ 11:30-ക്ക് ബന്ധുക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. ആലപ്പുഴയിൽ എത്തിയത് മുതൽ സൂര്യ ഇടയ്ക്കിടെ ഛർദ്ദിച്ചിരുന്നു. യാത്രയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കായി വിമാനത്താവളത്തിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ പെൺകുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് പരുമലയിലെ ആശുപത്രിയിലും എത്തിച്ചു. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി മരിച്ചത്. യാത്രയ്ക്ക് മുമ്പേ സമീപത്തെ വീട്ടിലെ അരളിപ്പൂവ് കടിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു. ഹൃദയസ്തംഭനം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എങ്കിലും അരളിച്ചെടിയുടെ പൂവും ഇലയും ഉള്ളിൽ ചെല്ലുന്നത് ഹൃദയസ്തംഭനത്തിന് കാരണമായേക്കാം എന്നാണ് ശാസ്ത്രീയ നിഗമനം. സൂര്യയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അരളിച്ചെടിയുടെ വിഷം മരണകാരണമായേക്കാം എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂര്യയുടെ ആമാശയത്തിൽ നിന്ന് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. ഇലയും പൂവും ചവച്ചു തുപ്പിയതിനാൽ ചാറ് മാത്രം ഉള്ളിൽ ചെന്നതാവാം എന്നാണ് അനുമാനം. അരളിച്ചെടിയുടെ എല്ലാ ഭാഗങ്ങളും വിഷാംശം ഉള്ളതാണ് എന്ന് പറയപ്പെടുന്നു. അത് പ്രധാനമായും ബാധിക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയാണ്. അരളിയിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ ഉണ്ട്. അവ രാസഘടകങ്ങളാണ്. അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ച് സ്പന്ദനത്തിൽ വ്യതിയാനമുണ്ടാക്കി ഹൃദയസ്തംഭനം പോലുള്ള പ്രശ്നങ്ങൾ വന്ന് പെട്ടെന്ന് മരണം സംഭവിക്കാം എന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മരിച്ച പെൺകുട്ടിയുടെ ആന്തരിക പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കുകയാണ് ആശുപത്രി അധികൃതരും പോലീസും.